ഡോസിൻ്റെ ഇന്നത്തെ റൂട്ട് ഇഷ്യൂ എന്താണ്? നിങ്ങൾക്ക് ബ്ലോക്കേജ് ആണ്. മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വണ്ണം ബ്ലോക്കിലായിരിക്കുന്നു. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, സാമ്പത്തികമായിരിക്കാം, ജോലിയായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ മുന്നോട്ട് പോകുന്നതിന് വഴിയൊന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. 10 ഓഫ് സോഡാണ്. ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നത്. മാനസികമായും ശാരീരികമായും തളർന്നു നിൽക്കുന്ന അവസ്ഥ. ചില വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്തതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് ഇതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും. നിങ്ങൾ ഹീലാകുമെങ്കിൽ, നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് കാരണം നിങ്ങൾക്ക് മാനസികമായി ഹീലാകുവാൻ സാധിക്കാതെ നിങ്ങൾ വെപ്രാളപ്പെടുകയാണ്. വീണ്ടും വീണ്ടും നിങ്ങൾക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അസുഖങ്ങൾ എന്താ? മാനസികമായി നിങ്ങൾക്ക് അതിലൊരു ശാന്തത കിട്ടുന്നതിന് പകരം വീണ്ടും ഒന്നിലധികം അസുഖങ്ങളെ പിടിച്ചു വരുത്തുന്ന ഒരു ശരീരം പോലെ നിങ്ങളുടെ മനസ്സായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നു, നിങ്ങൾ ഹീലാകുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകും, ഇതിന് പരിഹാരമുണ്ടാകും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് ഒരു വഴിയും ഇല്ലാത്ത അവസ്ഥയിൽ കൂടി തന്നെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ നിങ്ങൾ ഹീലായെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടാകുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടാൻ പോകുന്നത് മറ്റൊരു ഫേസാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ജേർണിയാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടാകാൻ പോകുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹത്തെയാണ് കൊണ്ടുതരുന്നത്. നിങ്ങളുടെ കർമ്മയുടെ ഒരു എനർജിയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് കാണിക്കുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ നിങ്ങൾ കർമ്മയുടെ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പം ഇതിൽ നിന്നും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ആ ഒരു ഹീലിംഗ് ലഭിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഹീലാകാതെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഈ കെട്ടി നിർത്തിയിരിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മുന്നോട്ട് ഒരു വഴിയുമില്ല. നിങ്ങളെ കെട്ടി നിർത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. 2 കാർഡ്സും അതുപോലെയാണ് വന്നിരിക്കുന്നത്. അതൊരു പക്ഷേ റിലേഷൻഷിപ്പ് ആയിരിക്കാം, സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലായിരിക്കാം, ജോലി സംബന്ധമായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് ഈ ഇതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുമോ?